വെൽക്കം ടു ഓൾ. നമ്മളിന്ന് വോൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡലാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വോൾട്ടേഴ്സ് ഡിവിഡൻഡ് മോഡൽ എന്ന് പറയുന്നതൊരു റെലവൻറ്റ് കോൺസെപ്റ്റ് ഓഫ് ഡിവിഡൻഡ് ഡിസിഷൻ ആണ്. അതായത് ഫേമിന്റെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞത് അതിന്റെ വാല്യൂവിനെ എഫക്ട് ചെയ്യും അല്ലെങ്കിൽ വെൽത്ത് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് വോൾട്ടേഴ്സ് മോഡൽ എന്ന് പറയുന്നത്. വോൾട്ടേഴ്സ് മോഡലിൽ ആക്ച്വലി ഫേമിന്റെ ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോളിസിയും ഡിവിഡൻഡ് ഡിസിഷനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഫേമിന്റെ ഇൻവെസ്റ്റ്മെന്റ് പോളിസി, അതായത് ഫേം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേണും അതുപോലെ തന്നെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറഞ്ഞത് ഇഷ്യൂ ചെയ്യുമ്പോൾ ഫേം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേണും ഡിവിഡൻഡ് ഡിസിഷനും തമ്മിൽ ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് റീടൈൻ ചെയ്യുന്ന പോർഷൻ ആണല്ലോ. അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ റീടൈൻ ചെയ്യാണ്. അങ്ങനെ റീടൈൻ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഫേമിന്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 100% റീടൈൻ ചെയ്യാമെന്നാണ് പറയുന്നത്. അതല്ല, നമ്മൾ ഡിവിഡൻഡ് കൊടുക്കാതെ പ്രോഫിറ്റ് പിടിച്ചു വെച്ചാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പിടിച്ചു വെക്കരുത്. വി ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് എൻറ്റയർ പ്രോഫിറ്റ് ആസ് ഡിവിഡൻഡ്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്തായിരിക്കണം? 100% എന്നായിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പൊ R=K ആണെന്നാണ്. അതായത് നമ്മൾ റീടൈൻ ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണെങ്കിൽ എന്താണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതവിടെ ഇറലവന്റ് ആണ്. കാരണം റീടൈൻ ചെയ്താലും റീടൈൻ ചെയ്തില്ലെങ്കിലും എന്താണ് ഫേമിന്റെ വാല്യൂ സെയിം തന്നെയായിരിക്കും എന്നാണ് പറയുന്നത്. സോ ഈ ഡിവിഡൻഡ് മോഡൽ പ്രകാരം അതായത് ഫേമിന്റെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ KE ആണെങ്കിൽ വി ഹാവ് ടു മെയിൻറ്റെയിൻ 100% റീടെൻഷൻ റേഷ്യോ. അതായത് 100% നമ്മൾ എന്ത് ചെയ്യണം? റീടൈൻ ചെയ്യണം. ഒന്നും ഡിവിഡൻഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യരുത്. ഡിവിഡൻഡ് പേ ഔട്ട് 0 ആക്കണം എന്നാണ് പറഞ്ഞത്. എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫേമിന്റെ വാല്യൂ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി R<KE, അതായത് ഫേം ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാട്ടിലും കുറവാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ റിട്ടൻഷൻ റേഷ്യോ 0 ആക്കിയിട്ട് മാക്സിമം ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വാല്യൂ ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ 100% ഡിവിഡൻഡ് പേ ഔട്ട്. ഇനി R=KE ആണെങ്കിൽ അവിടെ ഡിവിഡൻഡ് ഡിസിഷൻ എന്ന് പറയുന്നത് ഇറലവന്റ് ആണ്. നമ്മൾ റീടൈൻ ചെയ്താലും റീടൈൻ ചെയ്തില്ലെങ്കിലും എന്താണ് ഫേമിന്റെ വാല്യൂവിന് വലിയ വ്യത്യാസമില്ല എന്നാണ് പറയുന്നത്. ഇതിന് കുറച്ച് അസംഷൻസ് ഒക്കെ ഉണ്ട്. ഈ മോഡലിന്റെ അസംഷൻ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേം ഒരു എക്സ്റ്റേണൽ ഫണ്ടും ഉപയോഗിക്കുന്നില്ല. അതായത് അത് റീടൈൻഡ് ഏർണിംഗ് മാത്രം ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പുതിയ പ്രൊജക്റ്റുകൾ ഫിനാൻസ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ അസംഷൻ. രണ്ടാമത്തെ അസംഷൻ എന്ന് പറഞ്ഞാൽ ഫേമിന്റെ റേറ്റ് ഓഫ് ഏർണിംഗ്, അതായത് IRR, അതുപോലെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, അതായത് ഷെയർ ഹോൾഡർ എക്സ്പെക്ട് റിട്ടേൺ, അത് രണ്ടും എന്താണ്? കോൺസ്റ്റന്റ് ആണ്. IRR ആൻഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആർ കോൺസ്റ്റന്റ്. പിന്നെ ഏർണിങ്ങും ഡിവിഡൻഡും എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഫേമിന് ഒരു വലിയ ലോങ് ലൈഫ് ഉണ്ട്. പിന്നെ എന്താണ്? എല്ലാ ഏർണിങ്ങും ഒന്നില്ലെങ്കിൽ എന്താണ് ഫുള്ളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? വേറൊരു സ്ഥലത്തിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെ 5 അസംഷൻസിന്റെ ബേസിലാണ് ഈ മോഡൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വോൾട്ടേഴ്സ് മോഡൽ പ്രകാരം പ്രൈസ് ഓഫ് ഇക്വിറ്റി എന്ന് പറയുന്നത് D/KE - G. D എന്ന് പറയുന്നത് ഇനീഷ്യൽ ഡിവിഡൻഡ് ആണ്. KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. എന്താണ്? KE എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആണ്. G എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റഡ് ഗ്രോത്ത് റേറ്റ് ആണ്. ഇനി നമ്മുടെ പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡിന് എഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഇതാണ്: മാർക്കറ്റ് പ്രൈസ്. അതാണല്ലോ നമ്മുടെ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത്. അതേ ഈക്വൽ ടു D എന്ന് പറയുന്നത് എന്താണ്? ഡിവിഡൻഡ് പ്ലസ് R ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേൺ.
ഡിവൈഡഡ് ബൈ KE. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻറ്റു E മൈനസ് D. E എന്ന് പറഞ്ഞാൽ ഏർണിംഗ് പെർ ഷെയർ മൈനസ് D എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ KE. KE എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ക്യാപിറ്റൽ D പ്ലസ് R ബൈ KE ഇൻറ്റു E മൈനസ് D ഡിവൈഡഡ് ബൈ KE ആണ് നമ്മൾ ഡിവിഡൻഡിന് ഇമ്പാക്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ ഒരു നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫോർമുല. ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കിയാൽ കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. ദ ഫോളോയിങ് ഇൻഫോർമേഷൻ ഈസ് അവൈലബിൾ ഇൻ റെസ്പെക്ട് ഓഫ് എ ഫേം. ക്യാപിറ്റലൈസേഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? KE ആണ് 10%. ഏർണിംഗ് പെർ ഷെയർ എത്രയാണ്? 12%. അസ്യൂംഡ് റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന R എന്തൊക്കെയാണ്? 16%, 8%, 10%. നമ്മളോട് എന്താ പറയണേ? ഷോ ദ എഫക്ട് ഓഫ് ഡിവിഡൻഡ് പോളിസി ഓൺ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഷെയർസ്. നമ്മളോട് ഡിവിഡൻഡ് പോളിസിയുടെ എഫക്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എങ്ങനെയൊക്കെയാണ്? 0% പേ ഔട്ട്, അതായത് ഡിവിഡൻഡ് പേ ചെയ്യുന്നത് എന്ന് പറയുന്നത് എന്താണ്? 0. അതാണ് ഒരു തരത്തിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വരുന്നത് എന്താണ്? 50% ഡിവിഡൻഡ്, 75% ഡിവിഡൻഡ്, 100% ഡിവിഡൻഡ്. നമ്മൾ കോസ്റ്റ് KE എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 10% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ഏർണിംഗ് പെർ ഷെയർ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 12 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ഡിവിഡൻഡ് എങ്ങനെയൊക്കെ നമ്മൾ അസ്യൂം ചെയ്യണം? 0-ല് 50-ല് 75%, 100%, അങ്ങനെ 5 സിറ്റുവേഷനിലുണ്ട്. അതുപോലെ നമുക്ക് എന്തുണ്ട്? 5 എന്താണ് എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആറും തന്നിട്ടുണ്ട്. 16% ഉണ്ട്, എന്താണ് 8% ഉണ്ട്, പിന്നെന്താണ് 16% ഉണ്ട്, 8% ഉണ്ട്, 10% ഉണ്ട്. നമ്മുടെ ഫോർമുല എന്താണ്? ഇങ്ങനെ എഫക്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് അറിയാൻ വേണ്ടി ആദ്യം നമുക്ക് 0% ആണ് പേ ഔട്ട് റേഷ്യോ എങ്കിൽ, അതായത് ഡിവിഡൻഡ് 0% ആണെങ്കിൽ ഈ ഓരോ റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ളപ്പോൾ ഫേമിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഫേമിന്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല P = dividend plus R by KE into E minus D divided by KE. ആദ്യത്തെ സിറ്റുവേഷനിലെ റേറ്റ് ഓഫ് റിട്ടേൺ എത്രയാ? 16%. ഇവിടെ നമ്മൾ 0.16 അങ്ങനെയാണ് എഴുതുക. അപ്പൊ 16/100 പറഞ്ഞാൽ 0.16. നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന സിറ്റുവേഷൻ 0% ഡിവിഡൻഡ് ആണ്. അപ്പൊ നമ്മൾ ഹെഡിങ് എഴുതാം, ഡിവിഡൻഡ് പേ ഔട്ട് ഈസ് 0%. D എത്രയാണ്? 0% എന്ന് പറഞ്ഞാൽ D 0 പ്ലസ് R. ഇവിടെ നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ R എത്രയാ? 16%. അപ്പൊ 0.16 ഡിവൈഡഡ് ബൈ KE. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? 10% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 0.10 ഇൻറ്റു E എത്രയാണ്? 12. ഏർണിംഗ് പെർ ഷെയർ 12 മൈനസ് D. നമ്മുടെ 0% ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പൊ 0 ഡിവൈഡഡ് ബൈ KE എത്രയാണ്? 10%, അതായത് 0.10. സോൾവ് ചെയ്യും നമുക്ക് എത്ര കിട്ടും? 192. ഇനി അപ്പൊ ഇവിടെ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 16. ഇനി അടുത്ത കേസ് എന്താ? റേറ്റ് ഓഫ് റിട്ടേൺ, എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എത്ര? 8% ആണ്. അത് നമ്മൾ അടുത്ത സിറ്റുവേഷനിൽ ചെയ്യാം. 8% ആവുമ്പോൾ നമ്മൾ 0% കൊടുത്താൽ നോക്കി നോക്കൂ, ഡിവിഡൻഡ് 0 പ്ലസ് 8% എക്സ്പെക്റ്റഡ് റിട്ടേണിന്റെ കേസാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ അവിടെ 0.08 ഡിവൈഡഡ് ബൈ KE ഒന്നും വ്യത്യാസമില്ല, 0.10 ഇൻറ്റു E എത്രയാണ്? 12 മൈനസ് 0. D എന്ന് പറയുന്നത് 0% ആണ്, 0 ഡിവൈഡഡ് ബൈ 0.10. അപ്പൊ എത്രയാണ് വാല്യൂ? 96. ഇനി ഒരു റേറ്റും കൂടി നമുക്ക് തന്നിട്ടുണ്ട്, 10%. അപ്പൊ എന്താണ്? P = 0, അതായത് ഡിവിഡൻഡ് D എന്ന് പറയുന്നത് 0% ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. ഡിവിഡൻഡ് 0 പ്ലസ് R എത്രയാണ് ഇവിടുത്തെ നമ്മൾ എടുക്കുന്നത്? 10 ആണ്. അപ്പൊ 0.10 ഡിവൈഡഡ് ബൈ 0.10 KE ഇൻറ്റു E. ഏർണിംഗ് പെർ ഷെയർ 12 മൈനസ് എന്താണ്? ഡിവിഡൻഡ് 0 ഡിവൈഡഡ് ബൈ KE എന്ന് പറയുന്നത് 0.10. സോൾവ് ചെയ്യുമ്പോൾ 120 വരും. ഇവിടെ നമ്മൾ 3 Rലും 3 എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ 16, 8, 10 മൂന്നെണ്ണത്തിലും 0% ഡിവിഡൻഡ് പോളിസി 3 സിറ്റുവേഷനിലും ഫോളോ ചെയ്താൽ ഫേമിന്റെ വാല്യൂ കിട്ടി. ഇവിടെ എന്താണ്? 16% ആയിരുന്നു നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10,
അപ്പൊ എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതലാണ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ നമ്മൾ സീറോ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 192 രൂപ ഫേമിന്റെ വാല്യൂ കിട്ടി. ഇവിടെ എന്ന് പറയുന്നത് 0.8 ആണ്. അതായത് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 10 അല്ലേ, അതിനെക്കാട്ടിലും കുറവാണ്. അപ്പൊ നമ്മൾ സീറോ ഡിവിഡൻഡ് പോളിസി ചെയ്തപ്പോൾ 96 ആണ്. ഫേമിന്റെ വാല്യൂ കുറഞ്ഞു. അപ്പൊ എന്താണ്? പിന്നെ അതുപോലെ തന്നെ ഈക്വൽ ആണ്. റേറ്റ് ഓഫ് റിട്ടേൺ 10, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും 10. അപ്പൊ ഫേമിന്റെ വാല്യൂ എത്രയാണ്? 120. അപ്പൊ 0% ഡിവിഡൻഡ് പോളിസി ഈ 3 സിറ്റുവേഷനിലും, ഒരെണ്ണം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരെണ്ണം ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഒരെണ്ണം ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ആകുമ്പോൾ നമുക്ക് കിട്ടിയത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എത്രയിലാണ്? 50% ആണ്. 50%. അപ്പൊ അതിനകത്ത് നമ്മുടെ ആദ്യത്തെ 50% എന്ന് പറയുമ്പോൾ നമ്മുടെ ഏർണിംഗ് പെർ ഷെയർ 12 ആണ്. അപ്പൊ 50% എന്ന് പറയുമ്പോൾ 12 × 50/100. 50% നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം. അപ്പൊ എത്ര വരിക? 6 ആണ് വരിക. നമ്മുടെ ഫോർമുല ഡിവിഡൻഡ് പ്ലസ് എന്താണ്? R/KE × E - D ഡിവൈഡഡ് ബൈ KE. ഇവിടെ D എന്ന് പറയുന്നത് 6, 50% ആണ് ഡിവിഡൻഡ്. അപ്പോ 6 പ്ലസ് നമ്മുടെ ഇവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 16 ആണ് റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പൊ 0.6 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു E 12 - 6 ഡിവൈഡഡ് ബൈ KE 0.10. സോൾവ് ചെയ്യുമ്പോൾ 156 ആണ് കിട്ടുക. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ്? 8% റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള സിറ്റുവേഷനിൽ 50% ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്താൽ ഡിവിഡൻഡ് 6 പ്ലസ് 0.08 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 12 - 6 ഡിവൈഡഡ് ബൈ 0.10. സോൾവ് ചെയ്യുമ്പോൾ 108 ആണ് കിട്ടുക. ഇനി നമ്മുടെ സിറ്റുവേഷൻ എത്രയാണ്? 6 എന്ന് പറയുന്നത് 10% ആണ്. അങ്ങനെ ആവുമ്പോൾ ഡിവിഡൻഡ് 50% ഡിവിഡൻഡ് ആവുമ്പോൾ ഡിവിഡൻഡ് 6 പ്ലസ് 6 എത്രയാണ്? 10%. 0.10 ഡിവൈഡ് ബൈ 0.10 ഇൻറ്റു 12 - 6 ബൈ 0.10. സോൾവ് ചെയ്യുമ്പോൾ 120 കിട്ടും. കണ്ടോ? നമ്മളിവിടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈക്വൽ ടു റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ഈ സിറ്റുവേഷനിൽ. അപ്പൊ ഇവിടെ നമ്മൾ സീറോ ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്തപ്പോൾ 120 തന്നെയാണ് വാല്യൂ കിട്ടിയത്. ഇനി എന്താണ്? 50% ഡിവിഡൻഡ് പോളിസി ഫോളോ ചെയ്തപ്പോൾ 120 തന്നെയാണ് വാല്യൂ കിട്ടിയത്. ഇനി നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് 75% പേ ഔട്ട് റേഷ്യോ, 75% ഡിവിഡൻഡ് ഇഷ്യൂ ചെയ്യുക. അപ്പൊ 12 ആണ് ഏർണിംഗ് പെർ ഷെയർ. അപ്പൊ അതിന് 75% ഡിവിഡൻഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ 12 × 75/100 എത്രയാണ്? 9 ആണ്. നമ്മൾക്ക് അത് അപ്ലൈ ചെയ്യാം. ആദ്യത്തെ നമ്മുടെ സിറ്റുവേഷൻ 16% R ഉള്ളപ്പോഴാണ് ഡിവിഡൻഡ് 9 പ്ലസ് R 0.16 ബൈ KE 0.10 ഇൻറ്റു 12 - 9 ഡിവൈഡഡ് ബൈ എത്രയാണ്? 0.10. എന്താണ് വാല്യൂ എത്ര കിട്ടിയത്? 138. ഇനി അതുപോലെ തന്നെ 8% റേറ്റ് ഓഫ് റിട്ടേൺ ഉള്ള സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്തപ്പോൾ എന്താണ്? 9 പ്ലസ് 0.08 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 12 - 9 ഡിവൈഡഡ് ബൈ 0.10. ഇവിടെ ആ ഡിവിഡൻഡ് മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പൊ 114. ഇനി അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ 10% ഉള്ളപ്പോഴാണ്. അപ്പൊ ഡിവിഡൻഡ് 9 പ്ലസ് 75% അല്ലേ? 6 0.10 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു ഈ ഏർണിംഗ് പെർ ഷെയർ 12 - 9 ഡിവൈഡ് ബൈ 0.10. സോൾവ് ചെയ്യുമ്പോൾ 120. നിങ്ങൾക്കിത് ഒരു സിറ്റുവേഷൻ കൂടി ഉണ്ട്. 100% പേ ഔട്ട് റേഷ്യോ ഉള്ളപ്പോൾ 100% പേ ഔട്ട് റേഷ്യോ ഉള്ളപ്പോൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ സിറ്റുവേഷൻ എന്താ? 16% റേറ്റ് ഓഫ് റിട്ടേൺ. 100% പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 100% ഡിവിഡൻഡ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡിവിഡൻഡ് 100% ഏർണിംഗ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. ഏർണിംഗ് എത്രയാണ്? 12. 100% കൊടുക്കുക പറഞ്ഞാൽ ഡിവിഡൻഡ് 12. ഫോർമുലയിൽ അപ്ലൈ ചെയ്യുക. ഡിവിഡൻഡ് 12 പ്ലസ് ഈ സിറ്റുവേഷനിൽ റേറ്റ് ഓഫ് റിട്ടേൺ 16 ആണ്. 0.16 ഡിവൈഡഡ് ബൈ KE എന്ന് പറയുന്നത് 10%. 0.10 ഇൻറ്റു E 12 - 12 ഡിവൈഡഡ് ബൈ KE 0.10. സോൾവ് ചെയ്യുമ്പോൾ 120 കിട്ടും. അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് റിട്ടേൺ 8% ആണ്. ഇവിടെ നമ്മുടെ എന്താണ്? D എന്ന് പറയുന്നത് 12 പ്ലസ് റേറ്റ് ഓഫ് റിട്ടേൺ 8 ആണ്. 0.08 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു നമ്മുടെ ഏർണിംഗ് പെർ ഷെയർ 12 മൈനസ് ഡിവിഡൻഡ് എത്ര തന്നെയാണ്? 12 ഡിവൈഡഡ് ബൈ 0.10. സോൾവ് ചെയ്യുമ്പോൾ 120 ആണ്.
ഇവിടെ പി എന്ന് പറയുമ്പോൾ അടുത്തത് ഇവിടെ നമ്മുടെ റേറ്റ് ഓഫ് റിട്ടേൺ 10%. അപ്പോൾ 12 പ്ലസ് 0.10 ഡിവൈഡഡ് ബൈ 0.10 ഇൻറ്റു 12 മൈനസ് 12 ഡിവൈഡഡ് ബൈ 0.10 വി വിൽ ഗെറ്റ് 120. ഇവിടെ നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണ്? ഇക്വിറ്റി 10%. നമ്മുടെ ആദ്യത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? R16 അല്ലെ? R16 എന്ന് പറഞ്ഞ എന്താണ്? R ഈസ് ഗ്രേറ്റർ ദാൻ KE. അപ്പൊ വാൾട്ടർ മോഡൽ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്? R ഗ്രേറ്റർ ദാൻ KE ആണെങ്കിൽ നമ്മൾ ഫുള്ള് റീടൈൻ ചെയ്തിട്ട് ഡിവിഡൻഡ് 0% പേ ഔട്ട് റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്താലാണ് വാല്യൂ കൂടുക എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിലേക്ക് ഒന്ന് നോക്കി നോക്ക്. 16% റിട്ടേൺ ഉള്ളപ്പോ ഫേമിന്റെ വാല്യൂ ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? 192 ഏറ്റവും വലിയ വാല്യൂ. അത് എപ്പോഴാണ്? 0% പേ ഔട്ട് റേഷ്യോ ഉള്ളപ്പോഴാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത സിറ്റുവേഷൻ നമ്മുടെ എന്താണ്? 0.8% റേറ്റ് ഓഫ് റിട്ടേൺ. അതായത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെക്കാട്ടിലും കുറവാണ് റേറ്റ് ഓഫ് റിട്ടേൺ. നമ്മളോട് എന്താ പറഞ്ഞേ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെക്കാട്ടിലും കുറവാണ് റേറ്റ് ഓഫ് റിട്ടേൺ എങ്കിൽ നമ്മൾ എപ്പോഴാണ് വാല്യൂ കൂടുക? 100% പേ ഔട്ട് റേഷ്യോ ഫോളോ ചെയ്താലാണ് വാല്യൂ കൂടുക എന്ന് പറഞ്ഞു. ഇവിടെ നോക്കി നോക്കും നിങ്ങൾ. എപ്പോഴാണ് വാല്യൂ കൂടുന്നത്? ഏറ്റവും അവസാനം. അതാണ് ഏറ്റവും വലിയ വാല്യൂ 120. അത് എപ്പോഴാണ്? 100% ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തപ്പോഴാണ്. ഇനി ഒരു കാര്യം കൂടിയും പറഞ്ഞു. R ഈക്വൽ ടു KE ആണെങ്കിൽ ഡിവിഡൻഡ് പോളിസി ഇറലവന്റ് ആണ്. എത്ര ഡിവിഡൻഡ് കൊടുത്താലും വാല്യൂ വിൽ ബി സെയിം. നിങ്ങൾ നോക്കി നോക്കും. ഇവിടെ 10 തന്നെയാണ് റേറ്റ് ഓഫ് റിട്ടേൺ, 10 തന്നെയാണ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി. വാല്യൂ എന്താണ്? സെയിം ആണ്. ഇതാണ് വോൾട്ടേഴ്സ് മോഡലിൽ പറയുന്നത്. അപ്പൊ അതങ്ങനെ കൺക്ലൂഷൻ ചെയ്ത് ഇത്ര വലിയ പ്രോബ്ലം ഒന്നും എക്സാമിന് ചെയ്യാൻ വരില്ല. 1-2 പ്രോബ്ലം തന്നിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാനൊക്കെയാണ് പറയുക. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.